പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് തൃപ്പാദപുരം ശിവക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് കഥകളിയാണ്. കഥകളി പൊതുവെ പലയിടത്തും അസ്തമിച്ചു കഴിഞ്ഞെങ്കിലും പല ക്ഷേത്രങ്ങളിലും സ്ഥിരമായി ഇപ്പോഴും കഥകളി നടത്തുന്നുണ്ട്. കഥകളി കാണാൻ ഇഷ്ടമുള്ളവർ ദൂരെ നിന്ന് പോലും ആസ്വദിക്കാറുണ്ട്. കഥകളി നടത്തിയതിൻ്റെ പിന്നിലെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് മണിക്കൂറുകൾ നീളുന്ന ചമയങ്ങളും ഉടുത്തുകെട്ടലുകളുമാണ് ഒരു കഥകളി കലാകാരന് വേദിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് വേണ്ടിവരിക. പച്ച, കത്തി, കരി തുടങ്ങി പല വേഷങ്ങളാണ് ഒരു കഥകളി കലാകാരൻ കഥകളി അവതരിപ്പിക്കുമ്പോൾ കെട്ടിയാടേണ്ടി വരുന്നത്. എന്തൊരു അത്ഭുത കാഴ്ചയാണ് ഒരു കഥകളി കലാകാരൻ വേദിയിലേക്ക് വരുമ്പോഴേക്കും അയാളുടെ രൂപത്തിൽ സംഭവിക്കുന്ന മാറ്റം. ഒരു സാധാരണ മനുഷ്യനായിരുന്ന ഒരു മനുഷ്യൻ വേദിയിലെത്തുമ്പോൾ, ഒരു കഥാപാത്രമായി എത്തുമ്പോൾ, ഒരു ഭീമാകാരനായ പലവിധ നിറങ്ങളാൽ അലങ്കൃതനായ ഒരു മനുഷ്യനായി മാറുന്നു, ഒരു കഥാപാത്രമായി മാറുന്നു. അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. എന്തെല്ലാം ആടയാഭരണങ്ങളും ഉടുത്തുകെട്ടലുകളുമാണ് ഒരു കഥകളി കഥാപാത്രത്തിന് വേണ്ടിവരിക എന്നുള്ളത് വളരെ അത്ഭുതമാണ് ഇപ്പോഴും. ശിവക്ഷേത്രത്തിൽ കലാബോധിനി കഥകളി വിദ്യാലയത്തിൻ്റെ കഥകളിയാണ്. ശബരി ആണ് ഒരു കഥകളി കലാകാരനാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരുള്ള കരുനാഗപ്പള്ളി ചെറിയ സ്വദേശിയാണ്. അതിവിടെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്. മേക്കപ്പിൻ്റെ ഒരു തുടക്കത്തിലാണ്. എത്ര ആളായിട്ട് കഥകളി? ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ കലാമണ്ഡലത്തിൽ പഠിക്കുന്നു. അതിനു മുമ്പ് തന്നെ നാട്ടിൽ ഒരു 5ാം ക്ലാസ് മുതൽ കഥകളി അഭ്യസിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടായിരുന്നു. 12ാമത്തെ വയസ്സിൽ 8ാം ക്ലാസ് കലാമണ്ഡലത്തിൽ ചേരുകയും പിന്നെ അവിടെ തന്നെ BA, MA, MPhil പൂർത്തീകരിച്ചു PhD ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോൾ നിലവിൽ ഗസ്റ്റ് അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയാണ്. കഥകളി പൊതുവെ വേദികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പഴയതുപോലെ ഒരു ഫുൾ നൈറ്റ് ആയിട്ടുള്ള കഥകളികൾ അധികം ഉണ്ടാവുന്നില്ല. എനിക്ക് തോന്നുന്നു അതെ, കാണുവാനുള്ള ആൾക്കാരുടെ ഒരു തിരക്ക്. കാരണം ഇന്നിപ്പോൾ പണ്ടെല്ലാവരും അവരുടെ കുലത്തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇന്നെല്ലാവരും മറ്റു ജോലികൾ, രാവിലെ ജോലിക്ക് പോകേണ്ടവരും. അപ്പൊ കാലത്തിനനുസരിച്ചുള്ള മാറ്റം കഥകളിക്കും ഉണ്ടായിട്ടുണ്ട്. മറ്റ് എന്റർടൈൻമെന്റ്സ് ഒരുപാടുണ്ടായി. അതെ അതെ അതെ. ആ സമയത്ത് ഒരു ക്ഷേത്രകല എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ കൂടിയാട്ടം, കഥകളി പോലുള്ള പുരാതന കലാരൂപം, ഇതൊരു വലിയ സാധനം വേണ്ടുന്ന കലാരൂപമാണ്. അല്ല ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പഠിക്കാൻ പറ്റില്ല. അത്രയും വർഷങ്ങളുടെ നീണ്ട സാധനയിലൂടെയാണ് ഒരു കഥകളി കലാകാരൻ രൂപപ്പെടുത്തുന്നത്. അപ്പൊ അവർക്ക് പെർഫോം ചെയ്യാനുള്ള വേദികൾ ഉണ്ടാവുക എന്നുള്ള പ്രധാനം തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഈ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ ഞാനിപ്പോ തുടർച്ചയായിട്ട് 5ാമത്തെ വർഷമാണ് ഞാൻ വരുന്നത്. ചില ക്ഷേത്രങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. അതെ, ഒരു ക്ഷേത്രം സ്ഥിരമായിട്ട് വയ്ക്കും. മാത്രമല്ല ഈ പറഞ്ഞ വേദികൾ കുറവാണ് ഒരു കഥകളി കലാകാരൻ എന്നുള്ള ഈ ഒരു സിറ്റുവേഷനിൽ BA, ഡിഗ്രി, PG, MPhil ഒക്കെ ചെയ്ത് അതിനകത്ത് തന്നെ നിൽക്കണമെന്ന് തോന്നിയതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ്? ഞാനതാ പറഞ്ഞത്, ഇപ്പൊ വേദികൾ കുറവാണ് എന്ന് മറ്റൊരു അഭിപ്രായപ്പെടുമ്പോൾ കലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെപ്പോഴും നമ്മൾ വന്നു വിട്ടാൽ ഒരു വല്ലാത്ത ലഹരിയാണ് കലയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു മാറിയൊരു ചിന്താഗതി ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഒരു സ്ഥിരം ജോലി എന്നുള്ളൊരു കുടുംബപരമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ചിന്തിക്കുമെങ്കിലും ഒരിക്കലും കഥകളിയിൽ നിന്നൊരു മാറിപ്പോലെ നമുക്ക് പറ്റുന്ന കാര്യമല്ല. ജീവിതമാർഗം ഉണ്ടോ? ഉണ്ട്. നമ്മളിപ്പോൾ എത്ര പ്രോഗ്രാം കുറവെന്ന് ഞാൻ ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. കഥകളി കലാകാരന്റെ മൂല്യം ഒരിക്കലും സമ്പത്തിലല്ല, അവന്റെ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി. ഇപ്പൊ നമുക്ക് വേറെ എന്ത് ചെയ്താലും നമുക്കത് കിട്ടത്തില്ല. ഇന്ന് 2 കഥകളാണ്. അതിന് മുമ്പായിട്ട് കഥകളിയുടെ ഒരു പ്രാരംഭ ചടങ്ങായ പുറപ്പാടുണ്ട്. കലാമണ്ഡലം മിഥുൻ, അദ്ദേഹം നമ്മുടെ ശിഷ്യൻ തന്നെയാണ്. അതിന്റെ ആദ്യത്തെ ഗുരുനാഥൻ ഞാനാണ് കലാമണ്ഡലത്തിലെ. പുറപ്പാടായിട്ട് രംഗത്ത് വരുന്നത്. ഇത് നിങ്ങൾ പെർഫോം ചെയ്യുന്നവരെ കൂടാതെ നിങ്ങളെ ഒരുക്കുന്ന വേറെ ഉണ്ട്, പിന്നെ വേളക്കാർ വേറെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്തെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു കഥകളി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കഥകളി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചടങ്ങ് നമ്മൾ മനോല തൊട്ട് തുടങ്ങി. അതിനുശേഷം ചുട്ടിക്ക് ശേഷം ഉടുത്തുകെട്ട്, വേഷവിധാനങ്ങൾ അതെല്ലാം ഒരുക്കാൻ അണിയറക്കാരുണ്ട്. അപ്പോൾ ചുട്ടിക്കാരൻ, അണിയറക്കാരൻ,
അതിനുശേഷം നമ്മൾ അരങ്ങത്തേക്ക് വരുമ്പോഴത്തേക്കും ആദ്യക്കാർ, സംഗീതജ്ഞർ, അങ്ങനെ എല്ലാവരും കൂടെ ചേരുമ്പോഴേ ഒരു കഥകളിയായ രൂപാന്തരം. എത്ര സമയം എടുക്കും ഒന്ന് ഇത് ഒരുങ്ങിയെത്താൻ? ഇത് ഒരു മണിക്കൂറിനാവും ഒരു ചുറ്റി കഴിയും. പിന്നെ ബാക്കി ഫേഷ്യൽ മേക്കപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സിങ് പോകുന്നത്. എല്ലാം കൂടെ കഴിയണമെങ്കിൽ ഉടുത്തുകെട്ടും എല്ലാം കൂടെ കഴിയണമെങ്കിൽ എല്ലാം കൂടെ ഒരു 3 മണിക്കൂർ വേണ്ടി 3 മണിക്കൂർ വേണം ഏറ്റവും കുറഞ്ഞ പെർഫോം ചെയ്യുന്നതിന് മുമ്പ്. അതെ വേണം. ഇതിപ്പോ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അതെ ഇത് ഏകദേശം ഫിനിഷായി. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അന്നേരം തയ്യാറാക്കി എടുക്കുന്നതാണോ? അടുത്ത ദിവസം കളിയുള്ള ദിവസം ഏറ്റവും ജൂനിയറായിട്ടുള്ള ആള് നേരത്തെ വന്ന അയാൾ അത് ജൂനിയറിന്റെ ജോലിയാണ്, പഠിക്കാൻ വരുന്ന ആളുടെ ജോലിയാണ് ഇതൊക്കെ. ചായങ്ങൾ അരങ്ങത്തേക്ക് പുറപ്പാട് കയറാറായിട്ടുള്ള ഒരാളാണ് അന്നത്തെ ദിവസമായിട്ട് ജൂനിയറായിട്ടുണ്ടാവുക. അപ്പൊ അയാളുടെ അപ്പൊ നമ്മൾ കുറച്ചാൾ ചായ അരച്ചതിന് ശേഷമാണ്. അതെ. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും പച്ചിലകളോ അങ്ങനെ വല്ലതാണോ? എന്തൊക്കെയാണ്? മഞ്ഞോലയാണ്. അതായത് മഞ്ഞോല എന്ന് പറയുന്നത് കല്ലാണ്, കിട്ടുന്ന കല്ലാണ്. നിന്ന് എടുക്കുന്ന കല്ലാണ്. ഈ കല്ല് പൊടിച്ച് പഠിക്കും ഏത് കളർ എന്ത് തരം കിട്ടും? മഞ്ഞ കളർ. കല്ല് ചുവപ്പൊക്കെ അതിൻ്റെ കൂടെ ചുവന്ന അത് നമ്മുടെ ശരീരത്തിൽ പറ്റുന്ന കുഴപ്പമില്ലല്ലോ. പച്ചയോ? അത് ഈ മഞ്ഞയ്ക്കകത്ത് നീലം എന്ന് പറയുന്ന ഒരു കട്ടയുണ്ട്, കട്ട നീലം. അത് കട്ടയോടാ പച്ചയാവും. അതെ, മിക്സ് ചെയ്തെടുക്കുന്ന നീലയും കൂടെ ആകുമ്പോൾ അരച്ചെടുക്കണം. വെളിച്ചെണ്ണയിൽ ഇതെല്ലാം തുടച്ചു മാറ്റുന്നതിനും വെളിച്ചെണ്ണ വെച്ചാണ് തുടങ്ങി. നിങ്ങൾ രണ്ടാമത്തെ കളിയാണോ? അത് ആദ്യത്തെ കഥയിലെ 2 സ്ത്രീവേഷങ്ങളാണ്. നിങ്ങൾ 2 സ്ത്രീവേഷങ്ങളാണ്. നാണയുദ്ധം എന്ന് പറയുന്ന കഥയിലെ ഉഷാചിത്രലേഖ സംവാദം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഏകദേശം 1.5-2 മണിക്കൂർ ഭാഗമുള്ള ഒരു, അതായത് ഈ ഉഷ സ്വപ്നത്തിൽ ശ്രീകൃഷ്ണൻ്റെ പൗത്രൻ, മകൻ്റെ മകനായിട്ടുള്ള അനിരുദ്ധയെ സ്വപ്നം കണ്ടിട്ട് ചിത്രലേഖയ്ക്ക് അത് വരച്ച് രൂപം പറഞ്ഞു കൊടുക്കുമ്പോൾ ചിത്രലേഖ വരയ്ക്കുകയും അയാളെ കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ മായാവിദ്യയിൽ കൊണ്ടുവന്ന് അവരെ ഒന്നിപ്പിക്കാൻ അന്തഃപുരത്തിലേക്ക് എത്തിക്കുന്ന ആ ഭാഗമാണ്. പ്രധാന ക്യാരക്ടർ ചിത്രലേഖയാണ്. ഉഷ. നിങ്ങൾ രണ്ടുപേരാണ് വേഷം ചെയ്യുന്നത്. അതെ അതെ, ശ്രീവേഷം. അത് ഏത് വേഷമാണ്? രണ്ടാമത്തെ കഥയിലോ കിരാതത്തിൽ അർജുനൻ. രണ്ടാമത്തെ കഥയിൽ അർജുൻ വേഷമാണ്. അർജുനാണ് ചെയ്യുന്നത്. അർജുൻ എന്ത് വേഷമാണ്? ഈ പച്ചയാണ് അല്ലേ? പച്ചയാണ്. നമുക്ക് വേഷങ്ങൾ ഏതൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. അപ്പോൾ രണ്ടാമത്തെ കഥ കിരാതത്തിനകത്ത് അർജുനൻ പച്ചവേഷമായിട്ടും ശിവൻ വേഷം മാറി കാട്ടാളനായിട്ട് വരും. അത് കറുത്ത താടി. അദ്ദേഹത്തിൻ്റെയാണ്. അത് വേറെ ആളാണ് ചെയ്യുന്നത്. മേക്കപ്പ് മറ്റേ നാടകത്തിൽ ഉടനെ പോയി മേക്കപ്പ് ആയിട്ട് വരാൻ പറ്റില്ലല്ലോ. ചുരുങ്ങിയൊരു 4 മണിക്കൂർ വേണം ഈ പച്ച വേഷങ്ങൾ ഒരുങ്ങിയെടുക്കാൻ. സ്ത്രീ വേഷങ്ങൾ ചുരുങ്ങിയ 2 മണിക്കൂർ റെഡിയാവും. ഇത് ആനാട് ശശിചേട്ടൻ. ഇദ്ദേഹമാണ് ഈ കലാബോധിനി കഥകളി വിദ്യാലയത്തിന്റെ ഡയറക്ടറും അതിന്റെ ആളിനാണ് സ്ഥാപകൻ. കഥകളി വിദ്യാലയം തുടങ്ങാൻ എന്തുവാണ്, അതെങ്ങനെയാണ് കഥകളിയുമായിട്ടൊരു ബന്ധം? ഞാനൊരു 5 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ 9 വയസ്സ് വരെ നൃത്തം അഭ്യസിച്ചാണ്. അതിന് നമ്മുടെ കുടുംബത്തിൽ 1-2 പേര് ഈ കഥകളിയായിട്ട് ബന്ധപ്പെട്ട ഒരു മാമനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗുരു ഗോപിനാഥിൻ്റെ അടുത്ത് 3 വർഷം കേരള പഠിക്കാൻ പോവുകയും അതോടനുബന്ധിച്ചൊരു 5 വർഷം കഥകളി പഠിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു കീരിക്കാട് ശങ്കരപിള്ളാസിൻ്റെ അടുത്ത്, നെടുമങ്ങാട് കീരിക്കാട്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി 4 വർഷം വീണ്ടും കഥകളി പഠിച്ചു. പിന്നെ അപ്പോഴെനിക്ക് കഥകളിയോട് വലിയൊരു ഭ്രമം തോന്നി. ഇത് ശരിക്കും പറഞ്ഞാൽ കഥകളി എന്നൊക്കെ പറയുന്ന ഒരു ഭ്രമം തന്നെയാണ്. അതെ, അല്ലാതെ ഇതിനകത്ത് വന്നിട്ട് പ്രശസ്തനാകാൻ കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയാണ്. അല്ല, ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. ഇതുകൊണ്ട് ഇത് വേഷം കെട്ടി ചെയ്യുന്നവർക്ക് ജീവിതമാർഗ്ഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി കളഞ്ഞതിന് വേണ്ടി ആരംഭിച്ചാണ്. ഞാൻ LIC-ലായിരുന്നു, റിസൈൻ ചെയ്തിട്ടാണ് വേണ്ടി അറിഞ്ഞത്. ഞാനൊരു ഇന്റർനാഷണൽ സ്വിമ്മറാണ്, ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത ആളാണ്. ഞാൻ ഏഷ്യൻ ഗെയിംസ് ചെയ്ത ആളാണ്. ഞാൻ 18 ദേശീയ കല മാത്രമല്ല കായികവും കയ്യിലുണ്ട്. 2002 ഒക്ടോബർ 27 സ്റ്റാർട്ട് ചെയ്തു കലാബോധിനി കഥാവിദ്യാലയം തുടങ്ങിയത്. 2013 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാലറി ഗ്രാൻഡ് നമുക്ക് അനുവദിച്ചു. സാലറി അവര് പക്ഷേ കേരള ഗവൺമെന്റ് ഇതുവരെയൊക്കെ നമുക്ക് റെഗുലർ സാലറി തന്നിട്ടില്ല. കഥകളി അല്ലെങ്കിൽ കൂടിയാട്ടം പോലെ ഇത്രയും നീണ്ട കാലങ്ങളുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ കലാരൂപങ്ങൾ ആദ്യകാലത്ത് ക്ഷേത്രകലയായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം മറ്റു പുറത്തുള്ള ആർക്കും ഇത് പഠിക്കുകയും പോലെ മറ്റു മതസ്ഥർക്ക് പോലും ഇതിൽ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി.
അപ്പൊ ഇത് കൂടുതൽ പ്രചാരം കിട്ടുകയാണ് വേണ്ടത്. അതിന് പറ്റും, പക്ഷേ ഇതിപ്പോ കുറഞ്ഞു വരുന്നു. കഥകളി പഠിച്ചതുകൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരു കഥകളി കൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ സൈഡ് ബൈ സൈഡായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഒരു നൃത്തം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. 10-14 വർഷം നമ്മൾ തപസ്സിരുന്ന് കലാമണ്ഡലത്തിലും വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനകീയമല്ലാത്തതുകൊണ്ട് പ്രോഗ്രാം വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗാനമേളയ്ക്ക് 2 ലക്ഷം രൂപയാണെങ്കിൽ നമുക്ക് കഥകളിക്ക് 40,000 രൂപയാണ്. 10-14 വർഷം തപസ്സിരുന്ന് ചവിട്ടി ഒഴിഞ്ഞ് എറിയ അടിയും കൊണ്ട് പഠിച്ച് വളരെ ത്യാഗപ്പെട്ട് പഠിച്ചുകൊണ്ട് ഇതിന് നമുക്ക് യാതൊരു ഇതുമില്ല, യാതൊരു ബെനിഫിറ്റും ഇല്ല. പിന്നെ അതുകൊണ്ട് രക്ഷകർത്താക്കൾ പെടത്തില്ല അത് പഠിപ്പിക്കാൻ. പിന്നെ എൻ്റെ മോള് 3 വർഷം സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ട് കഥകളി. കഥകളി എന്ന് പറഞ്ഞാൽ ഒരു ദുര്യോധനപദം, നിഴൽക്കുത്ത്, ഇങ്ങനെയുള്ള ചില കഥകൾ ജനകീയമാക്കാൻ പറ്റും. അത് ചിട്ടപ്രധാനമായ കഥയല്ല. പക്ഷേ പിന്നെ ക്രിമീരവധം, പിന്നെ അങ്ങനെയുള്ള ചില കഥകളുണ്ട്. ആ കഥയൊന്നും നമുക്ക് പിന്നെ ജനകീയമാക്കാൻ പറ്റില്ല. ചിട്ടയുള്ള സാധനം അത് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. മറ്റുള്ള കഥകളൊക്കെ നമുക്ക് ജനകീയമാക്കി എല്ലാവർക്കും കർമ്മശബ്ദം അതൊക്കെ നമുക്ക് ജനകീയമാക്കാൻ പറ്റും. ആദ്യത്തെ ചങ്ങായി ആട്ടോളർ തെളിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത് അരങ്ങുകളിയാണ്. മദ്ദളക്കിളി എന്ന് പറയും. മദ്ദളക്കിളി അതാണ് അടുത്തതാണ് അരങ്ങുകളി എന്ന് പറയും. മദ്ദളക്കിളി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറപ്പാടെന്ന് പുറപ്പാട് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മേളപ്പദം കഴിഞ്ഞ് കഥ പറഞ്ഞു, കഥ പറയും. അത് കഴിഞ്ഞിട്ട് കഥ തുടങ്ങും. Thank you.